ഹായ് ഗായ്സ്. 1953 മാർച്ചിൽ പൂനെ മഹാരാഷ്ട്രയിൽ ഒരു പെൺകുട്ടി ജനിച്ചു. വളർന്ന് വലുതായി നന്നായി പഠിച്ചു, നല്ലൊരു സ്റ്റേബിൾ ജോബ് കിട്ടി. ആ കുട്ടിക്ക് ആ സ്റ്റേബിൾ ജോബ് ചെയ്ത് ജീവിക്കാനല്ലായിരുന്നു താല്പര്യം. ലൈക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആയിട്ടൊക്കെ മാറണം എന്നായിരുന്നു ആഗ്രഹം. അതായത് ഒരു 9 to 5 ജോബിനെക്കാട്ടും ഒരു ഓൺടർപ്രണർ ആയിട്ട് മാറാനായിരുന്നു താല്പര്യം. ഈ ഒരു താല്പര്യം വന്നപ്പോൾ തന്നെ പലരോടും ഈ കുട്ടി കാര്യം പറഞ്ഞു. പക്ഷെ എല്ലാവരും ആ കുട്ടീനോട് ചോദിച്ച കാര്യമാണ്, നിനക്ക് ഓൾറെഡി ഒരു സ്റ്റേബിൾ ജോബ് ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനത്തെ റിസ്ക് എടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ലൈക്ക് നീ ഒരു പെൺകുട്ടിയാണ്, നിനക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേര് ആ കുട്ടീനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഇതൊന്നും കേട്ട് പിന്മാറാൻ ആ കുട്ടി തയ്യാറല്ലായിരുന്നു. ആ കുട്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 10,000 രൂപയും ഒരു കുഞ്ഞു മുറിയിലും ആ കുട്ടി ആദ്യമായിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. അതാണ് ബയോകോൺ എന്ന് പറയുന്ന ഒരു കമ്പനി. ഈ ഇൻസുലിൻ അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷെ ബയോകോൺ എന്ന് പറഞ്ഞ കമ്പനി ഇൻസുലിൻ, ക്യാൻസർ ഡ്രഗ്സ് അതുപോലത്തെ ഡ്രഗ്സ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏതൊരു ലോവർ ഇൻകം ആൾക്കാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. And you know what? Biotech is one of the world's biggest biotechnology companies. അന്ന് ആ പൂനെയിൽ ജനിച്ച പെൺകുട്ടിയുടെ പേരാണ് കിരൺ മസുംതാർ ഷാ. കിരൺ മസുംതാർ ഷാ ബയോകോൺ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി ആൻഡ് ബിക്കേം ഇന്ത്യസ് റിച്ചസ്റ്റ് സെൽഫ് മെയ്ഡ് വിമൻ. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഫോർ ഇറ്റ്. If they say you can't, just prove them you can.